അഭിഷേകത്താൽ നിറച്ചു കഴിഞ്ഞ ദാവീദിനെ കുറിച്ച് തന്റെ മകനായ ശലോമോൻ പറയുക, ദൈവമേ, നീ തിരുവായ് മൊഴി കൊണ്ട് എന്റെ അപ്പനോട് അരുളി ചെയ്ത വാഗ്ദത്തം നീ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു. പ്രിയമുള്ളവരെ, ഒരു വാഗ്ദത്തം പോലും ഇല്ലാത്തവരെ ഒന്ന് കൈ ഉയർത്തിക്കേ. ഇന്ന് പകൽ തളർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. അതത്രേ ജീവശക്തി, നിങ്ങളുടെ വാഗ്ദത്തം. പൗലോസ്, നീ എന്താ ഭാരപ്പെടാത്തത്? പൗലോസ്, നീ എന്താ ഭാരപ്പെടാത്തത്? മോശേ, എന്താ നീ ഭാരപ്പെടാത്തത്? എനിക്കൊരു വാഗ്ദത്തം ഉണ്ട്, എനിക്കൊരു ജീവശക്തി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ വേഗത്തിൽ അതൂതല പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ് അവർ ഇറങ്ങിത്തിരിഞ്ഞത്. അവർ വാഗ്ദത്തം കേട്ട് അവർ ഇറങ്ങി തിരിച്ചു. അവരുടെ പുറകിൽ ഫറവോനും സൈന്യവും, അവരുടെ മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ. ഇവരെല്ലാം കൂടെ നിലവിളിക്കാൻ തുടങ്ങി ഇവരെല്ലാം കൂടെ. മോശയാണെങ്കിൽ ആ 10 ബാധകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട മനുഷ്യൻ, തന്റെ നാവിനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞവൻ, ഹോരേബിലെ തീ കണ്ടവൻ, അവനും കരയാൻ തുടങ്ങി. ദൈവം ചോദിക്കുന്നു, നീ എന്തിനെ എന്നോട് നിലവിളിക്കുന്നു? നീ എന്തിനെ കരയുന്നു? നിന്റെ കയ്യിലെന്താ? നമ്മൾ പറയാറില്ലേ, എത്ര നാളായി ഈ പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? അല്ലേടാ കുഞ്ഞ്, അല്ലേ? എത്ര നാളായി? എന്തോരം പ്രശ്നങ്ങളാ. ഏത് കാര്യം പോയാലും ഓട്ടോ പിടിച്ച് എൻ്റെ അടുക്കലേക്ക്. നമ്മൾ പറയാറില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാ ബ്രദറെ, അങ്ങോട്ട് നേരെ നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, അവിടെ പ്രശ്നം. പൗലോസ് പറഞ്ഞ പോലെ സഹോദരന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, വഴിയിലുള്ള ആപത്ത്, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുള്ളവരെ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ചെങ്കടൽ, പിറകിൽ ഫറവോനും സൈന്യവും. പക്ഷെ അവരുടെ കയ്യിൽ ഒരു കാര്യം ഇരിപ്പുണ്ട്. എന്നെ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. അവരുടെ കയ്യിൽ തമ്പുരാൻ ഒരു കാര്യം മോശ മുഖാന്തരം പറഞ്ഞു, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ അനുഭവിക്കും, കനാനിൽ പ്രവേശിക്കും. നോക്കിക്കേ, വാഗ്ദത്തമുള്ള ഒരു കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ തമ്പുരാൻ പറയാം, മോശേ, ഈ പുറകിൽ ഫറവോനും സൈന്യവും, മുമ്പിൽ ചെങ്കടലുമായി നിൽക്കുമ്പോൾ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ വാഗ്ദത്തം പ്രാപിച്ചവന് ദൈവം വഴി തുറക്കുന്നത്. ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന പ്രതികൂലമുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നത്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു വാതിൽ തുറക്കാൻ പോകുകയാ. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസന്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം, ഇന്നുവരെയും ഭൂപടത്തിലില്ലാത്ത, ഭൂഗോളത്തിന്റെ മാപ്പിലില്ലാത്ത ഒരു വഴി ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തുറന്നു. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കും. ദൈവം മോശയെ വിളിച്ച വാഗ്ദത്തം കൊടുത്തപ്പോൾ ദൈവത്തിനറിയാം ഇവർ ചെങ്കടലിന്റെ നടുവിൽ വന്ന് കരയും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ കരയുമെന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നിങ്ങൾ കരയാതിരിക്കാൻ, അതിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ അവൻ തരുന്ന ജീവശക്തി അത്രയേറെ. അത് വാഗ്ദത്തം. വാഗ്ദത്തം ഉണ്ടോ? ഉണ്ടല്ലോ, അത് പ്രാപിക്കാനാ. 31 രാത്രിയിലും ഉപവാസ പ്രാർത്ഥന നടുവിലും തലേ പിടിച്ച് കുലുക്കി കേട്ടോണ്ട് മാത്രം ഇരിക്കാനല്ല നിന്റെ വാഗ്ദത്തം. നീ പ്രാപിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഈ പ്രിയമുള്ളവരെ, പുറകിൽ കുറെ ആൾക്കാർ പറയുക, ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ളപങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ചുമ്മാതാ, നീ ഒരു ചുക്കും ചെയ്യത്തില്ല. പിശാചിനെ നോക്കി പറയാമോ, നീ ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ ജീവനെ എടുക്കാതെ എനിക്ക് വേണ്ടി അവന്റെ ജീവനെ തന്ന കർത്താവിനെയാ ഞാൻ ആരാധിക്കുന്നത്. മുമ്പിൽ മറിഞ്ഞ് ഇളകിക്കിടക്കുന്ന ചെങ്കടൽ. ഇസ്രായേൽ മക്കൾ വാഗ്ദത്തം പ്രാപിച്ച്, വാഗ്ദത്തം കേട്ടവർ ഞാൻ നിൽക്കുകയാണ്. കേട്ട വാഗ്ദത്തങ്ങൾ ഒത്തിരിയല്ലേ. ഇന്ന് പകൽ അതിന്റെ ഒരു കാര്യം പറഞ്ഞു, എങ്ങനെ വാഗ്ദത്തം പ്രാപിക്കണം അത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സമയം തീരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും, പുറകിൽ പ്രശ്നങ്ങൾ ആർത്തിരമ്പുമ്പോഴും, നശിപ്പിച്ച് നിങ്ങളെ തകർക്കുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അലറിക്കീറുന്ന ഈ ചെങ്കടലിനകത്തൂടെ ഒരു പാത
ഒരു വഴി തുറക്കാൻ പോവാ. അതിന്റെ ശബ്ദം ആരാ കേൾക്കുന്നറിയോ? ശബ്ദം കേൾക്കുന്നത് വാഗ്ദത്തം കയ്യിലുള്ളവൻ. പൗലോസ് പറയാ, എനിക്ക് സഫലവും വിശാലമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. 1 കൊരിന്ത്യർ 16:8-9. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, എനിക്ക് സഫലവും വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പൗലോസ് പറയുക, ആ എതിരാളികൾ ഉള്ള സ്ഥലത്ത് തന്നെ തമ്പുരാൻ എനിക്കൊരു വാതിൽ തുറന്നിട്ടുണ്ട്. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, എതിരാളികളുള്ള, പ്രതികൂലങ്ങളുള്ള, പ്രതിസന്ധികളുള്ള, പ്രശ്നങ്ങളുള്ള ഇടത്ത് തന്നെ തമ്പുരാൻ നിന്നെ മാനിക്കാൻ സമയമായി. അടുത്തിരിക്കുന്ന ആളെ തട്ടി പറയാമോ? ഒന്ന് തട്ടി ആത്മാവിൽ പോന്ന് പറയാമോ? ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ മാനിക്കപ്പെടാൻ സമയമായി. ഒന്ന് പറഞ്ഞ്, എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, പറഞ്ഞേ എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ മാനിക്കാൻ സമയമായി. പ്രശ്നങ്ങളുടെ നടുവിൽ മാനിക്കാൻ സമയമായി. പണ്ട് അപമാനമല്ലായിരുന്നോ? എന്നാൽ മാനമണിയിക്കാൻ പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഉപവാസ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന ഫോണുകളെല്ലാം ഞാൻ ആ കോളുകളെല്ലാം മാറ്റി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് കാര്യം കളിപ്പിച്ച കാര്യമാണ്. അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം എന്നെ കാണിച്ചു. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിനകത്ത് പ്രവാചക ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രവാചകനാകുന്ന എലീശയോട് പറഞ്ഞു, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം, ഞങ്ങളോട് ഒന്ന് വരണം, നമുക്ക് മരം വെട്ടിക്കൊണ്ട് വരാം. അലറിക്കീറുന്ന യോർദാന്റെ നടുവിൽ, മരണ ഒഴുക്കുള്ള യോർദാന്റെ നടുവിൽ, വൻകാടാകുന്ന യോർദാന്റെ അടുക്കലേക്ക് മരം മുറിക്കാൻ വേണ്ടി പോയി. എന്നെ കണ്ണു തുറന്ന് നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. സ്വത്രം, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവിൽ നൽകുകയാണ്. അങ്ങളെ ഒരു കോടാലി ഒരുത്തൻ കടം മേടിച്ചോണ്ട് പോയി. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നമേ പലരെയും വിളിച്ചപ്പോൾ, ഒരു സാധനം കീറാൻ വേണ്ടി പലരെയും വിളിച്ചപ്പോൾ അവര് ഭയങ്കര ഡിമാൻഡ് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അരമുറുക്കി അങ്ങ് ഇറങ്ങി. ആ വെട്ടിയ കോടാലിക്ക് ഏകദേശം 5 കിലോ ഉണ്ട് ഭാരം. കൈക്ക് വേറെ ഭാരമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സാറേ, ഞാൻ വെട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല. നോക്കിക്കേ, എനിക്ക് എൻ്റെ കയ്യിലിരുന്ന് ഞാൻ ഉപയോഗിച്ച കോടാലി 5 കിലോ ഭാരം ഉണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന കോടാലിയോ അത് നല്ല ചൈനാമേടല്ലായിരുന്നു, നല്ല സൂപ്പർ സാധനമായിരുന്നു. എത്ര കിലോ ഭാരമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക. ആ കോടാലി വെട്ടിയപ്പോൾ കോടാലി തെറിച്ച വെള്ളത്തിൽ വീണു. ശ്രദ്ധിക്ക്, മരണ യോർദാൻ, അടിയൊഴുക്കുള്ള യോർദാൻ, കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. ആ യോർദാന്റെ അടുക്ക നിന്ന് ഒരുത്തൻ നിലവിളിക്കുന്നു, അയ്യോ യജമാനനെ, എന്റെ കോടാലി വെള്ളത്തിൽ പോയി, എന്റെ സ്വന്തമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വായ്പ മേടിച്ചത്, ഇത് വായ്പ മേടിച്ചതാണ്. എലീശ പറഞ്ഞു, ആ സ്ഥലം എവിടെ? ഇട്ട സ്ഥലം അവൻ കാണിച്ചു. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഊരിപ്പോയ സ്ഥലം ഓർക്കണം. അടുത്തിരിക്കുന്ന ആളെ തട്ടി പറഞ്ഞിട്ട്, വാഗ്ദത്തങ്ങൾ കളഞ്ഞുപോയ സ്ഥലം ഒന്ന് ഓർത്തേ. എവിടെ വെച്ച് വാഗ്ദത്തം പ്രാപിച്ചെന്ന്, എവിടെ വെച്ചാ സ്റ്റക്കായി നിൽക്കുന്നത് എവിടെ? 5000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി സർവീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇടിച്ച് നിൽക്കും. ബെയറിംഗ് എല്ലാം കൂടെ അങ്ങോട്ടെ, അല്ലേ ശശി പറഞ്ഞേ? ബെയറിംഗ് എല്ലാം കൂടെ അങ്ങോട്ടെ. നല്ല ഓയിൽ കൊടുക്കുമ്പോൾ ഇതിന്റെ പോക്ക് കാണാം, ഓട്ടം ഭയങ്കരമാണ്, സ്പീഡ്. നിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു കൊണ്ടുപോയ വഴിയിൽ ഇവിടെ വെച്ചോ നിന്റെ ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞെങ്കിൽ ഇന്ന് പകൽ എവിടെയോ നിന്റെ വാഗ്ദത്തങ്ങളൊന്ന് കുരുക്കിയിട്ടുണ്ട്. ആ സ്ഥലം പ്രവാചകന്റെ അടുക്കലേക്ക് ശിഷ്യൻ കാണിച്ചു. ദേതുണ്ട് അവിടെ. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, 6-7 കിലോ ഭാരമുള്ള ഒരു വെള്ളത്തിലേക്ക് ഇരുമ്പ് താണുപോയി, അടിയൊഴുക്കുള്ള മരണയോർദാനകത്തേക്ക് ഈ കോടാലി താഴ്ന്നു വീണു. എന്റെ നീതിം ബ്രദറെ, ഫയർഫോഴ്സിനെ വിളിച്ചില്ല പോക്കാൻ. അനുബ്രതൻ, നമ്മെ ഫയർഫോഴ്സ് വന്നില്ല. പ്രവാചകൻ ആത്മാവിൽ മനസ്സിലാക്കിയിട്ട് ഒരു കോഴി വെട്ടി ഇറങ്ങി. കോഴി അറിയാവോ? ഞങ്ങളെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ മാങ്ങ എറിയാൻ പോകുമ്പോ കോഴി, ചെറിയ കമ്പ്, എനിക്ക് എടുക്കാൻ പറ്റുന്ന കോഴിയെ അപ്പൊ താഴെ വീണ കോടാലിക്ക് എത്ര ഭാരമുണ്ട്? 6 കിലോ. ഞാൻ എറിയാൻ പോകുന്ന കോഴിയോ 50, 100, 200 ഗ്രാം. നോക്കിക്കേ, വെള്ളത്തിനകത്ത് ഈ കോടാലി വീണു. ഇരുമ്പ് ഈയം പോലെ താന്നുപോയെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ താണുപോയ കോടാലി പ്രവാചകൻ അഭിഷക്തൻ ആ സ്ഥലം നോക്കിയിട്ട് ഒരു കമ്പ് വെട്ടി ആ കോഴി എറിഞ്ഞപ്പോൾ ആ കോഴി ചെന്ന് യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടു. അത് പൊങ്ങി വന്നു.
ഉലക ചരിത്രത്തിൽ ആദ്യമായി വെള്ളത്തിൽ കളഞ്ഞുപോയത് ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നു. ഞാൻ പ്രസംഗിക്കും, വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് അതിനെ പോക്കിയെടുത്തു. ഇന്നു പകൽ നിന്റെ വാഗ്ദത്തങ്ങൾ വെള്ളത്തിൽ വീണാലും ഇന്നു പകൽ അതിനെ പോക്കിയെടുക്കുന്ന ആത്മാവിനോട് ഇന്നു പകൽ നീ സഹകരിക്കുക. ഇന്നു പകൽ റമണഘടക ശബ്ദമാനഘടക ഇന്നു പകൽ ആത്മാവിനോട് നീ സഹകരിക്കുക. നിന്റെ വാഗ്ദത്തം മരണ യോർദാനിൽ, അടിയൊഴുക്കുള്ള യോർദാനിൽ, കൊയ്ത്തു കാലത്തൊക്കെയും കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനിലാണോ വീണത്? ഇന്നു പകൽ ആത്മാവിനോട് പറ, ആത്മാവേ, ജീസസ്, ജീസസ്. ആത്മാവ് ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായ നിന്റെ വാഗ്ദത്തങ്ങള് ഇന്നു പകൽ ആത്മാവ് തിരികെ തരുകയാ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ നഷ്ടമായ തലമുറയെ കുറിച്ച്, നിന്നെ കുറിച്ച് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ഉടക്കി കിടക്കുമ്പോൾ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് അതിനെ മരണ യോർദാൻ പോലെ, അടിയൊഴുക്കുള്ള യോർദാൻ പോലെ, പ്രശ്നങ്ങളുടെയും പ്രശ്ന സങ്കീർണങ്ങളുമായ ആ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് അതിനെ പൊക്കിയെടുക്കാൻ പോവാം. ശ്രദ്ധിക്കൂ, 50, 200, 250 ഗ്രാം ഭാരമുള്ള ഒരു കോഴി ആ യോർദാനിൽ വീണു. അത് പൊങ്ങി വന്നു. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തം എവിടെ? എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്ത് ആദ്യമായി പോയ സമയത്ത് ഒരു 3 ഡയറി നിറച്ച് വാഗ്ദത്തമായിട്ട് റോബി ഒരാൾ എൻ്റെ മുമ്പിൽ വന്നു. പാസ്റ്റർ, വിശ്വാസത്തിൽ ഇറങ്ങിയ നാൾ മുതൽ കേട്ട വാഗ്ദത്തങ്ങൾ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാഗ്ദത്തമുണ്ട്. ദേവേത് ഇന്ന് പകൽ വാഗ്ദത്തം കേട്ടത് പ്രാപിക്കാതെ അടുത്ത വാഗ്ദത്തത്തിലേക്ക് കേൾക്കാൻ പോകരുത്. 3 ഡയറി അന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഏൽപ്പിച്ച സന്ദേശം ഇത്. ഞാൻ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ടും ഇന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്, പാസ്റ്ററേ, അത് ഭയങ്കര ചേഞ്ചായിരുന്നു. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം അതെവിടാ? അറിയണ്ടായോ? നിന്നോട് പറഞ്ഞ വാഗ്ദത്തം എവിടാ? വാഗ്ദത്തം എവിടാ? വാഗ്ദത്തം എവിടാ? തലമുറയെ കുറിച്ച്, യസ്മോനെ നിന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം അതിപ്പോ എവിടാ നിൽക്കുന്നത്? വേഗം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി വേഗം എടുത്തോട്ടെ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 6-7 അതുള്ള വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കും. ദൈവാനുശേഷം അടുത്ത മാസം നമ്മളത് കേൾക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. സന്തോഷമായിരുന്നോ? യാത്ര നല്ലായിരുന്നോ? നല്ലായിരുന്നേ? നല്ലർക്ക് സ്വോത്രം. തമിഴ്നാട്ടിലൂടെ പോവുക. ഇപ്പോഴേ തമിഴങ്ങ് പഠിക്കണം. സ്വോത്രം. തമിഴ്നാട്ടിൽ പോകാൻ വരുന്നോ? അവിടെ ചെന്ന് ഭൂതങ്ങളൊക്കെ കണ്ട് കലയിലോട്ട് കൈ വെച്ച് മതി, വിട്ടുപോയിക്കോളൂ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 26:6-7. ഒരു ഇവിടുന്ന് റോബി ആ മൈക്കൊന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തേ, ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 26:6-7. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. ഇത് വായിച്ചതിന് പ്രകാരം എവിടെ വാഗ്ദത്തം നിൽക്കുന്നത്? ഈ വാക്യപ്രകാരം എവിടെ വാഗ്ദത്തം ഇപ്പൊ നിൽക്കുന്നേ? പാസ്റ്റർ വന്നപ്പോൾ മുതൽ പാസ്റ്റർ ചോദ്യ ഉത്തരം തന്നെ. പാസ്റ്റർ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തിക്കാത്ത ഈ വാഗ്ദത്തം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അറിയാതെ ചേഞ്ച് ആകാൻ തുടങ്ങും. ഇതും ബ്രദറെ വാഗ്ദത്തം ഒത്തിരി കേട്ടതാ. ഞാനും ആണെങ്കിൽ 5-6 ഡയറിക്കകത്ത് എഴുതി. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം 3 ഡയറി ക്ലോസ് ചെയ്തു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതെല്ലാം പ്രാപിച്ചു. ബാക്കി 2 ഡയറി അതും അസാധാരണമായ സ്ഫോടനത്തിൻ്റെ ഡയറിയാണ്. ബിഗ് ബാൻ തിയറികൾ അപ്പുറമായ ആ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആൾക്കാർ ഞെട്ടി നിൽക്കുമേ. ഇവിടെ പറയുകയാണ്, നിങ്ങളെ വാക്യം നിങ്ങൾ തൊട്ട് നോക്കിക്കേ, ഞാൻ വായിക്കാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും ശ്രദ്ധയോടെ രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കത് എന്ന് പറഞ്ഞാൽ, എന്നോട് പ്രവാചകന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന, ആ വാഗ്ദത്തം എനിക്ക് കൈയെത്തിപ്പിടിക്കാൻ ദൂരത്തിൽ എൻ്റെ തലമുകളിൽ തൂങ്ങിക്കിടക്കുക.
മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ തലയുടെ മുകളിൽ ഈ വാഗ്ദത്തം കൂമ്പാരമായി നിൽക്കുകയാ. ഇന്നു പകൽ അത് പ്രാപിക്കണമെങ്കിൽ ഇവിടെ പൗലോസ് പറയുക, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട്, ആ ശ്രദ്ധയോടുകൂടെയല്ല, ശ്രദ്ധയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടെ അവർ ആരാധിച്ച് അവർ എത്തിപ്പിടിച്ച ഒരു വാഗ്ദത്തമുണ്ട്. ആരാധിക്കുന്ന നിന്റെ മുമ്പിൽ തമ്പുരാൻ നിന്റെ തലയുടെ മുകളിൽ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അത് നിന്നെ കുറിച്ചുള്ള, നിന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ. ഇന്ന് പകൽ ശ്രദ്ധയോടെ നീ ആരാധിച്ചുകൊണ്ട് അത് എത്തിപ്പിടിക്ക. യേശു കർത്താവിന്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്ന് പല കാര്യങ്ങൾ പറഞ്ഞു. അവനെ ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ കുഷ്ഠമായിട്ടല്ല അവൻ പോയത്, സൗഖ്യമായി പോയി, സൗഖ്യമായിട്ട് പോയി. ഇന്ന് പകൽ ഈ ആരാധനയിൽ നിന്റെ തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ശ്രദ്ധയോടെ നീ ആരാധിക്കുമ്പോൾ നീ അത് എത്തിപ്പിടിക്കും. തെളിവ് വേണോ? ഒത്തിരി തെളിവുകളുണ്ട്. ഒരു തെളിവ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ ഉൽപ്പത്തി 12 പുറത്തു കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കാണാം. നമ്മുടെ സമയം അവസാനിച്ചു. എല്ലാവരും എഴുന്നേറ്റ് കെട്ടുകൊള്ളുക. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കസേരകളൊക്കെ അങ്ങോട്ട് മാറ്റി ഒന്ന് വെച്ചിട്ട് നമ്മൾ കേട്ട് ചില അഭിഷേകത്തെ തെറിച്ചു പോകാൻ പോവാ. ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യാമോ? അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുക. ചുമ്മാതെ പറയില്ല, ഇളക്കാൻ പറയുമല്ല. അങ്ങളെ ഇന്നൊരു പുതിയ ദൈവപ്രവർത്തി കർത്താവ് ചെയ്യാൻ പോകുക. നിങ്ങൾ ഈ കസേര 2-3 നില മടക്കി അങ്ങോട്ടൊന്ന് നിൽക്കാവോ? ഒന്ന് മടക്കി വെച്ചേ. സ്വതന്ത്രം ഇതെൻ്റെ സ്വന്തമല്ല, എൻ്റെ സ്വന്തമായിരുന്നു. ഓടിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ വേറെ മേടിച്ചാൽ മതിയായിരുന്നു. സ്വതന്ത്രം ഹല്ലേലൂയ. ഒന്ന് മടക്കി അങ്ങോട്ട് വെച്ചേ. മടക്കി വെച്ചേ. സ്വതന്ത്രം. ഇതെടുക്കുന്നതിനൊരു അനുഗ്രഹമുണ്ട് ഗോവിച്ചേട്ടാ. ഇതെടുക്കുന്നതിനൊരു അനുഗ്രഹമുണ്ട്. ഗോവിച്ചേട്ടൻ എടുക്കണ്ട, ക്യാമറ എടുത്താൽ മതി. സ്വതന്ത്രം. ഗ്ലോറി. അങ്ങോട്ട് മടക്കി വെച്ചേ. നിങ്ങളുടെ ബൈബിളോ നിങ്ങളുടെ പുസ്തകങ്ങളോ ഇരിക്കുന്നവരെ അതവിടെ വെച്ചേ. അത് ആ കസേര തന്നെ വെച്ചിട്ട് നിങ്ങളൊന്ന് സ്ഥലം മാറ്റിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ തള്ളമാൻ അവരുടെ കയ്യിലെടുത്തോണം. അല്ല, നിങ്ങളത് കേട്ടോണം. നിങ്ങൾ കൂടി നിന്നത് കേൾക്കുകയാ. ഇന്ന് ആ വാഗ്ദത്തങ്ങൾ നമ്മൾ കൂടി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാ. നമ്മൾ പറഞ്ഞ വാഗ്ദത്തം ശശി ബ്രദറെ, തലമുറയെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മ വീണ്ടും ഓർമ്മിപ്പിച്ച് അത് പ്രാപിക്കാൻ സമയമായി. അത് പ്രാപിപ്പിക്കും. ദൈവിക വാഗ്ദത്തങ്ങളുടെ ചുരുൾ നിന്നിൽ അഴിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ ഉൽപ്പത്തി 12:2 പുറത്തു കൊണ്ടുവന്നു. അവനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അവൻ പറയൂ, എങ്ങനെ വർദ്ധിപ്പിക്കും? ഈ 75-ാമത്തെ വയസ്സിൽ അല്പം കൊളസ്ട്രോളും പ്രഷറും മാത്രം എങ്ങനെ വർദ്ധിപ്പിക്കും? തലമുറ ഒന്നില്ല. സാറായാണ് പുറത്തോണ്ട് നടക്കുക. കാണിക്കാൻ ഡോക്ടർമാർ ഇനിയില്ല. അബ്രഹാം, ഞാൻ നിന്റെ മഹത്വമാ. നിനക്കൊരു സന്തതിയെ ഞാൻ തരും. നീണ്ട 25 വർഷങ്ങൾ അബ്രഹാം വാഗ്ദത്തത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെന്നാൽ ഒരു ദിവസം അബ്രഹാം യാഗപീഠത്തിങ്കൽ ആരാധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തമ്പുരാൻ വീണ്ടും ഉറപ്പിച്ചു, കുഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞത് വീണ്ടും ഞാനത് ചെയ്യും. എന്തൊന്നിനാൽ ഞാനിത് അറിയും. ഇറങ്ങി വാ. വിളിച്ചോണ്ട് പോയി. കടൽ തീരത്ത് കാണിച്ചിട്ട് പറഞ്ഞു. വിളിച്ചോണ്ട് പോയി. കടൽ തീരം എണ്ണിപ്പിച്ചു. ഊഴിലെ പൊഴി, ആ പൊടി എണ്ണാൻ പറ്റുമോ? ബാക്കി എന്നിട്ട് ചോദിച്ചു, വേണ്ടേ അങ്ങോട്ട് മോളോട്ട് നോക്ക്. ഈ കൊട കത്തി നിൽക്കുന്നത് പോലെ നക്ഷത്രം കത്തി നിൽക്കുക. വേണ്ട, ഇതുപോലെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നക്ഷത്രങ്ങൾ പോലെ നിന്റെ തലമുറയെ ഇതുപോലെ തരും. അബ്രഹാം എണ്ണി ഒരു ലക്ഷം വരെ പുള്ളി എണ്ണിക്കഴിഞ്ഞപ്പോൾ അപരാജിച്ചു. മതിയോടാ. നോക്കിക്കോ അറിയുള്ളവരെ, അബ്രഹാം ദൈവം പറഞ്ഞ് നക്ഷത്രം എണ്ണി. ഇന്ന് പലരും ദൈവമില്ലാതെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. നക്ഷത്രക്കാൽ എണ്ണിക്കൊണ്ടിരിക്കുക പലരും ഇന്ന് ദൈവമില്ലാതെ. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം അറിയാം. ഈ പറഞ്ഞത് പ്രവർത്തിക്കുന്ന ശക്തനായ ഒരു ദൈവമാ എന്റെ ദൈവം. വീട്ടിൽ പോയി വായിക്കണം. റോമാലേഖനം 4:17, 18, 19. 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ആദാം അവന് നീതിയായി
കണക്കിട്ടു. അതവന് നീതിയായി കണക്കിട്ടു. എന്നെ ശ്രദ്ധിക്കുക. കണ്ണു തുറന്നെ നോക്കിയാട്ടെ. തന്റെ 99ാമത്തെ വയസ്സായ സമയത്ത് കൂടാരവാതുക്കലിരിക്കുന്ന അബ്രഹാമിന്റെ ഭവനത്തിൽ വാഗ്ദത്തമുള്ള അബ്രഹാമേ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. വാഗ്ദത്തം കൊണ്ട് ആരും പിന്മാറിപ്പോകാൻ നോക്കണ്ട. തമ്പുരാൻ നിന്നെ മടക്കിക്കൊണ്ടിരുന്നയോ. ധൂർത്തുപുത്രൻ മടങ്ങിപ്പോയ ധൂർത്തുപുത്രൻ തന്റെ നന്മയുമായി പോയെങ്കിൽ അവനറിയാത്തൊരു അനുഗ്രഹം അവന്റെ അപ്പന്റെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾ 2 മക്കളാ. എൻ്റെ ചേട്ടൻ ഒരു നല്ല ചെരുപ്പ്, എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഒരു സാധനം കിട്ടുമ്പോൾ, ഒരു ആഹാരം കിട്ടുമ്പോൾ പലപ്പോഴും ചേട്ടൻ തരാതിരിക്കുമ്പോൾ അമ്മ പറയാറുണ്ട്, എടാ നിന്റെ അനിയനില്ലോടാ കൊടുക്കടാ. പക്ഷെ നോക്കിക്കേ, ധൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ ഇവൻ പോയതെങ്ങനെ? 2 മക്കള്. ആ മക്കൾക്ക് 2 പേർക്കും ഉള്ള ഷെയറിൽ നിന്ന് ഇളയവൻ അവന്റെ ഷെയർ